നമസ്കാരം. പ്രധാന വാർത്തകൾ. എസ് അജയ്കുമാറിനെതിരെ സിപിഐ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പരസ്യമായി മുന്നണി മര്യാദ ലംഘിച്ചു. കമ്മ്യൂണിസം എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ലെന്നും അജയ്കുമാർ ചരിത്രം പഠിക്കണമെന്നും സുമലത മോഹൻദാസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനിടെ സിപിഎം നേതാവിന്റെ പരിഹാസം മുന്നണി ഗൗരവത്തോടെ കാണണമെന്നും സുമലത മോഹൻദാസ്. അവശ്യ സമൂഹത്തെ അടിച്ചമർത്തുക എന്ന രാക്ഷസ പരിഷ്കാരത്തിന്റെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും കേന്ദ്ര സർക്കാർ മാറ്റിയതെന്ന് KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശനൻ. പദ്ധതി ഇല്ലാതാക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നും ദേവദർശനൻ. തൊഴിലുറപ്പ് പദ്ധതിയിലെ ജനവിരുദ്ധ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് KSKTU BKMU സംയുക്ത മാർച്ച്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമി വളപ്പിൽ കടന്നുകയറി വൻ മോഷണം. അക്കാദമി ക്യാമ്പസിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തി. കനത്ത കാവലുള്ള അക്കാദമിയിൽ മോഷണം നടന്നത് ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിൽ. കർശന ജാഗ്രത വേണമെന്ന് സർക്കുലർ. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം. ഭൂഗർഭ ടാങ്കിൽ 1 ലക്ഷം ലിറ്ററോളം കുടിവെള്ളം ഊറ്റി സംഭരിച്ചിരുന്നത് കണ്ടെത്തിയത് വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥിരം സമിതി രൂപീകരണം പുരോഗമിക്കുന്നു. പറളിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുത്ത NDA. സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കോട്ടായിൽ UDF-ന് മേൽക്കൈ. മങ്കര പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവറെ നോട്ടീസ് നൽകാതെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസ്. തീരുമാനം ഭരണസമിതി പുനഃപരിശോധിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ. ഗുരുവായൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച 15ഓളം അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയും. തൃശൂർ കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിരപ്പിള്ളിയിൽ അമ്പലത്തിനും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്കും നേരെ കാട്ടാന ആക്രമണം. വാർത്തകൾ വിശദമായി. CPI വിരുദ്ധ പ്രസ്താവന നടത്തിയ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാറിനെതിരെ CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. അജയ്കുമാറിന്റെ പരിഹാസം മുന്നണി മര്യാദ ലംഘിക്കുന്നതാണെന്നും CPM നേതാവ് ചരിത്രം പഠിക്കണമെന്നും സുമലത മോഹൻദാസ് പ്രതികരിച്ചു. മണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന K കരുണാകരൻ അനുസ്മരണത്തിനിടെ CPM നേതാവ് S അജയ്കുമാർ നടത്തിയ പരാമർശങ്ങൾക്കെതിരെയാണ് CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ് രംഗത്തു വന്നത്. പ്രഭാഷണത്തിനിടെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും CPIയെയും അജയകുമാർ പരിഹസിച്ചിരുന്നു. ബിനോയ് വിശ്വം പെരുമാറുന്നത് 4ാംകിട രാഷ്ട്രീയ നേതാവിനെ പോലെയാണെന്നും ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയാണ് CPI എന്നും അജയകുമാർ വിമർശിച്ചു. നിയമസഭാ മുന്നൊരുക്കം നടക്കുന്നതിനിടെ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്ന CPM നേതാക്കളെ പാർട്ടി നിലയ്ക്ക് നിർത്തണമെന്ന് സുമലത മോഹൻദാസ് ആവശ്യപ്പെട്ടു. അജയകുമാറിന്റെ അധിക്ഷേപ വാക്കുകൾ LDF-ൽ ചർച്ചയായിട്ടുണ്ട്. രാഷ്ട്രീയമെന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ലെന്ന് അജയകുമാർ തിരിച്ചറിയണമെന്നും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചരിത്രം പഠിക്കണമെന്നും സുമലത മോഹൻദാസ് ആവശ്യപ്പെട്ടു. സഖാവ് അജയകുമാറിനെ തിരുത്തേണ്ടത് CPIന്റെ ജില്ലാ നേതൃത്വമാണ്. ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി സഖാവ് അജയകുമാർ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുന്ന നിലപാടാണ് ആ ഒരു പ്രസ്താവനയിലൂടെ ഇറക്കിയിട്ടുള്ളത്. വളരെ നിലവാരം കുറഞ്ഞ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടപ്പോഴാണ് ഇന്നലെ നടന്ന ഒരു അനുസ്മരണ യോഗത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം 2 തവണ MP ആയിരുന്നു. അജയ്കുമാർ എന്ന് പറയുന്ന സഖാവ് 2 തവണ MP ആയത് CPIയുടെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് എന്നുള്ളത് മറക്കരുത്. S അജയകുമാറിന്റെ പ്രസ്താവന CPM ഭിന്നത വർദ്ധിപ്പിക്കുമെന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള പോലീസ് അക്കാദമി വളപ്പിൽ വൻ ചന്ദന മോഷണം. അക്കാദമി ക്യാമ്പസിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന 2 ചന്ദന മരങ്ങളാണ് മോഷ്ടാക്കൾ മുറിച്ചു കടത്തിയത്. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതലുള്ള ഭാഗങ്ങളാണ് മുറിച്ചു കടത്തിയത്. കനത്ത കാവലുള്ള അക്കാദമിയിൽ മോഷണം നടന്നത് ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിലാണ്. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ കേരള പോലീസ് അക്കാദമിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. രാജവൃക്ഷങ്ങളേറെയുള്ള അക്കാദമിയിൽ കനത്ത കാവൽ വേണമെന്ന് പ്രത്യേക സർക്കുലറിൽ പറയുന്നു. രാത്രികാലങ്ങളിൽ പ്രത്യേക പട്രോളിംഗ് ഏർപ്പെടുത്തണം. അക്കാദമി അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിയാണ്
സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറളിയിൽ സ്ഥിരം സമിതികൾ മുഴുവനും NDAക്ക്. ധനകാര്യം ഉൾപ്പെടെയുള്ള മറ്റു 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളും NDAക്ക് ലഭിച്ചു. NDAക്കും LDFനും തുല്യ സീറ്റുകളാണ് പറളി പഞ്ചായത്തിൽ ലഭിച്ചത്. പ്രസിഡന്റ് സ്ഥാനം LDFനാണ്. ഭരണകക്ഷിയായിരുന്ന CPMും BJPയും ഒപ്പത്തിനൊപ്പം സീറ്റ് നേടിയ പറളിയിൽ സ്ഥിരം സമിതി അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ BJPക്ക് ആധിപത്യം. 21 വാർഡുള്ള പറളിയിൽ CPMനും BJPക്കും 8 സീറ്റുകൾ വീതമാണ്. കോൺഗ്രസിന് 5 സീറ്റുണ്ട്. ഇവിടെ പ്രസിഡന്റ് CPMകാരിയായ ഉഷാകുമാരിയും വൈസ് പ്രസിഡന്റ് BJP പ്രതിനിധിയായ അജിത്തുമാണ്. ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ക്ഷേമകാര്യം 15-ാം വാർഡ് അംഗം പ്രേമലതയും വികസനകാര്യം 3-ാം വാർഡ് അംഗം KM ബിന്ദുവും ആരോഗ്യ വിദ്യാഭ്യാസം 1-ാം വാർഡ് അംഗം P ദിവ്യയുമാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ CPM അംഗത്തിന്റെ വോട്ട് അസാധുവായത് NDAക്ക് അനുഗ്രഹമായി. വികസനകാര്യ സമിതിയിലേക്ക് CPM പ്രതിനിധിയായ 5-ാം വാർഡ് അംഗം ഗിരിജയും NDA പ്രതിനിധിയായി 3-ാം വാർഡ് അംഗം KM ബിന്ദുവും മത്സരിച്ചു. വോട്ടിനിട്ടപ്പോൾ CPM പ്രതിനിധിക്ക് വോട്ട് ചെയ്ത 4-ാം വാർഡ് അംഗം അശോകൻ വോട്ട് ശരിയായി രേഖപ്പെടുത്താത്തതിനാൽ അദ്ദേഹത്തിന്റെ വോട്ട് അസാധുവായി പ്രഖ്യാപിച്ചു. അതുകൊണ്ടുതന്നെ NDA പ്രതിനിധിക്ക് ഭൂരിപക്ഷം ലഭിച്ചു. 5 അംഗങ്ങളുള്ള UDF വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. സ്ഥിരസമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കോട്ടായിൽ മേൽക്കൈ UDFന്. നറുക്കെടുപ്പിലൂടെ ഭരണം നേടിയ LDFന് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മാത്രമാണ് ലഭിച്ചത്. ധനകാര്യം ഉൾപ്പെടെയുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDFനാണ്. സ്ഥിരം സമിതി ചെയർമാൻ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കോട്ടായി LDFന് ചരിത്രത്തിലാദ്യമായി കനത്ത നഷ്ടം. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ 45 വർഷത്തിന് ശേഷം ആദ്യമായി CPMന് കനത്ത പ്രഹരമേൽപ്പിച്ച് കോൺഗ്രസ് ഒപ്പമെത്തി. അതും 400 വീതം തുല്യ വോട്ടുകൾ നേടിയ ഒരു വാർഡിൽ നറുക്കെടുപ്പിലൂടെയാണ് CPMന് ലഭിച്ചത്. മറിച്ചായിരുന്നെങ്കിൽ കോൺഗ്രസിന് 7 വാർഡുകൾ ലഭിച്ചേനെ. പ്രസിഡന്റ് സ്ഥാനം CPMന് ലഭിച്ചതും നറുക്കെടുപ്പിലൂടെയാണ്. ഇവിടെ വൈസ് പ്രസിഡന്റ് കോൺഗ്രസുകാരനാണ്. ചൊവ്വാഴ്ച നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ CPMന് കനത്ത പ്രഹരമായി. ക്ഷേമകാര്യവും വികസനകാര്യവും CPMന് കനത്ത പ്രഹരമായി. ക്ഷേമകാര്യവും വികസനകാര്യവും കോൺഗ്രസിനാണ്. ആരോഗ്യ വിദ്യാഭ്യാസം മാത്രമാണ് CPMന് ലഭിച്ചത്. പഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണിത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി 10-ാം വാർഡ് അംഗം അംബികയും വികസനകാര്യ ചെയർപേഴ്സൺ 6-ാം വാർഡിൽ നിന്നും അംഗമായ V ബാബുവുമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ 12-ാം വാർഡ് അംഗമായ ബിനുമോളാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. അവശ്യ സമൂഹത്തെ അടിച്ചമർത്തുക എന്ന രാക്ഷസ പരിഷ്കാരത്തിന്റെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും കേന്ദ്ര സർക്കാർ മാറ്റിയതെന്ന് KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശനൻ. തൊഴിലുറപ്പ് പദ്ധതിയിലെ ജനവിരുദ്ധ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KSKTU, BKMU സംഘടനകൾ സംയുക്തമായി നടത്തിയ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു CB ദേവദർശനൻ. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതന വിഹിതം സംസ്ഥാനങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിച്ചത് പദ്ധതി നിർത്തലാക്കുന്നതിൻ്റെ ഭാഗമായാണെന്നും ദേവദർശനൻ ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ കൊളോണിയൽ സംസ്കാരത്തിലേക്ക് നയിക്കണമെങ്കിൽ അടിമകളെ സൃഷ്ടിക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് ആസൂത്രിതമായി അപകടകരമായ പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചും കുത്തകകൾക്ക് തീറെഴുതിയും ലേബർ കോഡ് നടപ്പാക്കിയും തൊഴിലും കൂലിയും ഇല്ലാതാക്കിയതിനു ശേഷമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കടക്കലും മോദി സർക്കാർ കത്തിവെച്ചത്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിന്നിരുന്ന തൊഴിലാളികൾക്ക് മുഖ്യധാരയിലേക്ക് വരാൻ ഏറെ സഹായകരമായ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചത് കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ ഭാഗമാണെന്നും ദേവദർശനൻ കുറ്റപ്പെടുത്തി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ഗ്രാമങ്ങളെ കാണണമെന്നാണ് നമ്മളുടെ ആഹ്വാനം. ഗ്രാമസ്വരാജ് അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു. ഗ്രാമീണരുടെ മുഖവും അവരുടെ ചുളിഞ്ഞ മുഖവും അവരുടെ വേദനയും അവരുടെ പ്രയാസങ്ങളും അവരുടെ ദുഃഖവും അവരുടെ വിയർപ്പും കണ്ടുവേണം ഏത് പദ്ധതിയും ആവിഷ്കരിക്കാൻ എന്ന് ലോകത്തോട് പറഞ്ഞ മഹാനായിരുന്നു മഹാത്മജി. അഥവാ ഗ്രാമത്തിന്റെ ഹൃദയം കവർന്ന നേതാവായിരുന്നു, ഹൃദയം കണ്ട നേതാവായിരുന്നു മഹാത്മജി. അതുകൊണ്ടാണ് മഹാത്മജിയുടെ പേരിൽ ആ പദ്ധതി ഇട്ടത്. ആ പദ്ധതി ഏതെങ്കിലും പ്രമാണിമാരുടെ ഔദാര്യമായി ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് കിട്ടിയതല്ല. BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് T സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. KSKTU ജില്ലാ സെക്രട്ടറി V ചന്താമരാക്ഷൻ, KSKTU BKMU ഭാരവാഹികളായ TN കണ്ടമുത്തൻ, ശിവദാസൻ, R ചിന്നക്കുട്ടൻ, ഭാസ്കരൻ, ജോസ് മാത്യു, C രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ 5 വിളക്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഡ്രൈവറെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടാനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ മങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനയൻ ഉദ്ഘാടനം ചെയ്തു. UDFന്റെ ഭരണകാലത്ത് നമുക്കൊക്കെ തന്നെ ഇതുപോലുള്ളൊരു അവസ്ഥ CPM പോലും ഈ പഞ്ചായത്തിന് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഇതുപോലുള്ള സമര പരിപാടികൾ നടത്തേണ്ട ഒരു അവസ്ഥ സംജാതമാക്കിയിട്ടില്ല. UDF ഭരണസമിതി അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോയാണ്. അതിനിടയ്ക്കാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റവും നിയമവിരുദ്ധമായ ഇതുപോലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇതിനെതിരെ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നതിന്റെ ഒരു സൂചന മാത്രമാണ് ഈ ധർണ എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് N. അച്യുതൻകുട്ടി അധ്യക്ഷത വഹിച്ചു. 2023 പുതിയ നിയമപ്രകാരം എംപ്ലോയ്മെന്റ് മുഖാന്തരമാണ് നിയമിക്കേണ്ടത്. കൂടാതെ ഒരാളെ പിരിച്ചുവിടുമ്പോൾ മുൻകൂർ നോട്ടീസ് അടക്കം നൽകണം. ഇതൊന്നുമില്ലാതെയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഡ്രൈവറെ പിരിച്ചുവിട്ടത്. ഇതൊരു സൂചന സമരമാണെന്നും സെക്രട്ടറി തിരുത്തിയില്ലെങ്കിൽ കോൺഗ്രസ് നിരന്തരമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഷാഹുൽ ഹമീദ്, NK അഖിൽ, സുബൈർ കല്ലൂർ, രായൻകുട്ടി, MV രമേശ്, സുമംഗല, K. രവീന്ദ്രൻ, അപ്പുകുട്ടൻ, KKA റഹ്മാൻ, KB വിനോദ് കുമാർ, ഉണ്ണികൃഷ്ണൻ, രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം. 80,000 ലിറ്ററിന്റെ വൻ ഭൂഗർഭ ടാങ്കിലാണ് കുടിവെള്ളം ഊറ്റി സംഭരിച്ചിരുന്നത്. കുടിവെള്ളത്തിൽ ഉപ്പ് കലർന്നെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിലാണ് കുടിവെള്ള മോഷണം കണ്ടെത്തിയത്. വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈനിൽ നിന്ന് ശുദ്ധജലം ഊറ്റിയെടുത്ത് വൻ ടാങ്കിൽ സംഭരിച്ച് മണൽ കഴുകുന്ന കേന്ദ്രമാണ് കണ്ടെത്തിയത്. VP തുരുത്ത് സ്വദേശി സിനിൽ ഷാദിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് 80,000 ലിറ്റർ സംഭരണശേഷിയുള്ള ഭൂഗർഭ ടാങ്ക് നിർമ്മിച്ചാണ് കുടിവെള്ളം ഊറ്റിയെടുത്തിരുന്നത്. പ്രദേശത്തെ വീടുകളിൽ ഉപ്പുകലർന്ന വെള്ളമാണ് ലഭിക്കുന്നതെന്ന പരാതിയെ തുടർന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ജലമോഷണം കണ്ടെത്തിയത്. പുഴയിൽ നിന്ന് വാരിയെടുക്കുന്ന മണൽ കഴുകാനാണ് കുടിവെള്ളം ഉപയോഗിച്ചിരുന്നത്. ജലമോഷണം നടത്തിയ സംഭവത്തിൽ സ്ഥലമുടമയ്ക്ക് പിഴ ചുമത്തുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭാഗത്ത് വെള്ളം കിട്ടില്ല എന്ന് കുറച്ച് നാളായിട്ടൊരു പരാതികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില വീടുകളിൽ ഉപ്പുവെള്ളം കയറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞ ദിവസം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഞങ്ങളുടെ വാട്ടർ അതോറിറ്റിയുടെ മെയിൻ ലൈൻ ഒരു 75 mm PVC പൈപ്പിൻ്റെ ലൈനിൽ നിന്ന് അനധികൃതമായിട്ട് ഈ വീട്ടിലോട്ട് ഒരു കണക്ഷൻ ഒരു പൈപ്പ് സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഒരു 80,000 ലിറ്ററോളം വരുന്ന ഒരു ടാങ്ക് നിറച്ച് അതിൽ നിന്ന് മണൽ പുഴയിൽ നിന്ന് ഉപ്പ് മണലെടുത്തിട്ട് വാഷ് ചെയ്ത് വിൽക്കുന്നതാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സന്ധ്യ, റവന്യൂ ഓഫീസർ ജോബി, സീനിയർ പ്ലംബിംഗ് ഇൻസ്പെക്ടർ നാനാജി, ഓവർസിയർ സക്കീർ ഹുസൈൻ, രഞ്ജിത, മീറ്റർ ഇൻസ്പെക്ടർ ഷിബു എന്നിവരടങ്ങിയ സംഘമാണ് കുടിവെള്ള മോഷണം പിടികൂടിയത്. വർഷങ്ങളായി ഇവിടെ കുടിവെള്ളമൂറ്റൽ നടന്നു വരുന്നതായി നാട്ടുകാർ പറയുന്നു. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞാനും കൗൺസിലറും കൂടി ഇവിടുത്തെ 27-ാം വാർഡ് കൗൺസിലറും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്നിട്ട് പരാതി കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ അവർ ഇവിടെ വന്ന് അന്വേഷിക്കും. അവർ കണ്ട് കിട്ടി മെയിൻ ആയിട്ടുള്ള പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഈ വലിയ ടാങ്കിലൊക്കെ നിറച്ച് എടുക്കുകയൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ ഇവിടെ ഇത് മാത്രമല്ല, ഇവിടുന്ന് പടിഞ്ഞാട്ടിലുള്ള സ്ഥലത്തേക്കൊക്കെ ഉപ്പുവെള്ളമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സാധനം ഇങ്ങനെ ചെയ്ത കാരണം ഉപ്പുവെള്ളം കയറി ഇടേണ്ട വീട്ടുകളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനുള്ള ഇത് വേണം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ കാട്ടുപന്നി വേട്ടയ്ക്ക് തുടക്കം. ആദ്യ ദിനത്തിൽ 4 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ആറ്റൂർ അസുരൻകുണ്ട് വനത്തിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി കൃഷി നശിപ്പിക്കുകയും ആളുകളുടെ ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തുടക്കം കുറിച്ചു. ആദ്യ ദിവസം തന്നെ 4 കാട്ടുപന്നികളെയാണ് പിടികൂടിയത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് സംസാരിച്ചതിനെ തുടർന്ന് രേഖകൾ കൈമാറുകയും ഷൂട്ടർമാരെ നിയമിക്കുകയും ചെയ്തു. ദിനംപ്രതി നിരവധി പേരുടെ കൃഷിയാണ് കാട്ടുപന്നികൾ കഴിഞ്ഞ കാലങ്ങളിൽ നശിപ്പിച്ചത്. മണലാടി മുതൽ വാഴക്കോട് വരെയുള്ള മേഖലകളിൽ നിരവധി പേർക്കാണ് കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റത്. PRT അംഗങ്ങളുടെയും വനാതിർത്തി മേഖലയിൽ താമസിക്കുന്ന പൊതുജനങ്ങളുടെയും സഹകരണം കാട്ടുപന്നികളെ വേട്ടയാടുന്നവർക്ക് ലഭിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15ഓളം പേർക്ക് പരിക്കേറ്റു. പുലർച്ചെ 1:45 അപകടം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയുമാണ് കൂട്ടിയിടിച്ചത്.
അപകടത്തിൽ പരിക്കേറ്റവരെ ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസ്, ഗുരുവായൂർ ആക്സ്, 108 ആംബുലൻസ് പ്രവർത്തകർ എന്നിവർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. ടോറസ് ലോറിക്കുള്ളിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവർ പാലക്കാട് മുതുതല വീട്ടിൽ ഷാക്കീർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ ചികിത്സ തേടി. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് അശ്രദ്ധയോടെ ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ ഫയർഫോഴ്സ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ്, ഗുരുവായൂർ പോലീസ് എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തിൽ മുസ്ലിം വീട്ടിൽ സുലേഖയുടെ മതിലും ഗേറ്റും തകർന്നു. കൂടാതെ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു വീണു. 3 കടകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇരിങ്ങപ്പുറം രമേശിന്റെ വസന്തം ലക്കി സെന്റർ, ജോണിയുടെ ഉടമസ്ഥതയിലുള്ള ചിരിയങ്കണ്ടത്ത് പലചരക്ക് കട, ഷാജന്റെ നീലങ്കാവിൽ സ്റ്റോഴ്സ്, സുധാകരന്റെ അമ്പാടി ഹോട്ടൽ എന്നിവയുടെ മുൻവശമാണ് തകർന്നത്. വിവരമറിഞ്ഞ ഗുരുവായൂർ ACP സി പ്രേമാനന്ദകൃഷ്ണൻ സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. കല്ലൂർ ആമ്പലൂർ റോഡിലെ നായരങ്ങാടി മഠം റോഡിലാണ് അപകടമുണ്ടായത്. പുറത്തൂക്കാരൻ ജോസിന്റെ വീട്ടുമതിൽ അപകടത്തിൽ തകർന്നു. വരന്തപ്പള്ളി സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പതിവ് അപകട മേഖലയാണ് ഇവിടം. വളവ് ശ്രദ്ധിക്കാതെ എത്തുന്ന വാഹനങ്ങൾ നിയന്ത്രണം നഷ്ടപ്പെടുകയും കാനയിലും റോഡിലേക്കും മറിഞ്ഞു വീഴുന്നത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ജോസിന്റെ വീടിന്റെ മതിൽ മുമ്പും അപകടത്തിൽ തകർന്നിട്ടുണ്ട്. പ്രദേശത്ത് സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അതിരപ്പിള്ളിയിൽ അമ്പലത്തിനു നേരെ കാട്ടാന ആക്രമണം. സമീപത്തെ ലയങ്ങളും ആനകൾ പൊളിച്ചു. കാലടി പ്ലാന്റേഷൻ അതിരപ്പിള്ളി എസ്റ്റേറ്റ് 17-ാം ബ്ലോക്കിലെ ശിവക്ഷേത്രത്തിനും തൊട്ടടുത്ത തൊഴിലാളി ലയങ്ങൾക്കും നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. അമ്പലത്തിൽ കയറിയ ആനകൾ ശ്രീകോവിലിന്റെ കട്ട്ലയും തൊട്ടടുത്ത ഓഫീസിന്റെ വാതിലും തകർത്ത് സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ടു. നിരന്തരമായുള്ള കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. ക്വാർട്ടേഴ്സുകൾ മൊത്തം 2-3 പ്രാവശ്യം പൊളിക്കണം. എങ്കിലും ഇപ്പോൾ വീണ്ടും അത് ഒരു സംവിധാനം ഇതുവരെ ചെയ്തു തന്നിട്ടില്ല. ഇതിന് എന്തായാലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ, എന്തായാലും കടുത്തൊരു തീരുമാനം ഇതിലേക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. അത് എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിന് ബന്ധപ്പെട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അത്ര രോഷം കൊണ്ടിട്ടാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾക്ക് ആകെയുള്ള ഒരു ആശ്രയമാരി ഉണ്ടായിരുന്ന ഇതുവരെ റോഡ് സൈഡിൽ കിടന്ന ഇങ്ങനത്തെ ഒരു സംവിധാനം വരെ ഇവരെ ഈ ഫോറസ്റ്റുകാരും മറ്റുള്ള കാര്യങ്ങളുണ്ടായിട്ട് ഒരു ഉപകാരമില്ല എന്ന് വെച്ചാൽ അവർ പിന്നെ എന്തിനാ RRT മറ്റൊരു അങ്ങനെ ഓരോ പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഒരു രാത്രി ഒരു സംവിധാനം ഇവർ ഇവിടെ നോക്കണ്ടേ? ഇതുവരെ ലൈറ്റും കാര്യങ്ങളും ഫാക്ടറി തൊട്ടടുത്തുള്ള അമ്പലമാണത്. അതിനിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് 3-4 ക്വാർട്ടേഴ്സ് ഒക്കെ നശിപ്പിച്ച് കളയാന്ന് വെച്ചത് ബാക്കി എന്ത് സംരക്ഷണം അവിടെ കൊടുക്കണേ? അമ്പലത്തോട് ചേർന്നുള്ള രാജേന്ദ്രൻ, ഷാജി എന്നിവരുടെ ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് അകത്തുകയറിയ ആനക്കൂട്ടം വീട്ടിലെ സാധനങ്ങളെല്ലാം നശിപ്പിച്ചു. 1 മാസം മുമ്പ് തൊട്ടടുത്ത പള്ളിയിലും ആനക്കൂട്ടം ആക്രമണം നടത്തിയിരുന്നു. കാട്ടാന ഭീഷണി നേരിടുന്ന പ്രദേശമാണ് TSR ക്വാർട്ടേഴ്സ്. ഭീഷണി മൂലം 60ഓളം കുടുംബങ്ങൾ ഇവിടെ നിന്നും സ്ഥലം മാറിപ്പോയി. ആനപ്പേടി മൂലം ഈ ഭാഗത്തുള്ള തൊഴിലാളികൾ രാത്രി വെറ്റിലപ്പാറ ഭാഗത്ത് വാടക വീടുകളിലാണ് താമസം. ഇതുമൂലമാണ് ആളപായം ഒഴിവായത്. ലയങ്ങൾ ആന നശിപ്പിക്കാതിരിക്കുന്നതിന് ലയങ്ങൾക്ക് ചുറ്റും പവർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് മാനേജ്മെൻറ്റിനോട് തൊഴിലാളികളും തൊഴിലാളി യൂണിയനുകളും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതുവരെ പവർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടില്ല. ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയ വിരവിമുക്ത ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പത്തിരിപ്പാല GVHSSൽ നടന്നു. ആരോഗ്യമുള്ള കുട്ടികളെ വാർത്തെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നും മുഴുവൻ വിദ്യാർത്ഥികളും യജ്ഞത്തിൽ പങ്കാളികളാകണമെന്നും അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA ജില്ലാതല പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ചില ഭാഗങ്ങളിൽ രാവിലത്തെ ഭക്ഷണം നമ്മുടെ റൈവർ ഏരിയയിലൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ ഉച്ചഭക്ഷണം കൊടുക്കാറുണ്ട്. വൈകുന്നേരം നമ്മളെല്ലാവരും വീട്ടിലോട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇതുപോലുള്ള സ്കൂളുകളില്ല. എന്നാൽ വൈകുന്നേരം ഉച്ചയ്ക്ക് കുട്ടികളൊക്കെ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ മുട്ട, പാല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇടയ്ക്ക് റിഫ്രഷ്മെന്റ് കൊടുക്കും. അതൊക്കെ നിങ്ങളെക്കാളും കൊച്ചു കുട്ടികളായിട്ട് നിങ്ങൾ അനിയത്തിമാരനുജന്മാരാകും കുട്ടികൾ കൊടുക്കും. അപ്പൊ എന്തിനാണ് നമ്മൾ ഇതിനെല്ലാം ചെയ്യുന്നത്? എന്തിനാണ് സ്കൂളിലും ഗവൺമെന്റ് തലത്തിലും ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത്? എന്തിനാണ്? പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് MLA വിരഗുളികയും നൽകി. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ K അനിത വിഷയാവതരണം നടത്തി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശശികുമാർ, പഞ്ചായത്ത് അംഗം നസീമ റിയാസ്, AEO ബിന്ദു പുഴയ്ക്കൽ, CDPO നസീമ, PTA പ്രസിഡന്റ് V സുരേന്ദ്രൻ,
പ്രധാനാധ്യാപിക ടി അനിത, എസ് സൈന, ജില്ലാ പബ്ലിക് ഹെൽത്ത് നഴ്സ് ടി.പി. രമ, കോങ്ങാട് ഹെൽത്ത് സൂപ്പർവൈസർ സിനിമോൻ തോമസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോഷ് ടി.വി. സ്വാഗതവും പി.പി. രചിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റുലി സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്താനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു.ഡി.എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ കോൺഗ്രസ് നേതാവ് ആരാണ്? മാറ്റുലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. LDF സർക്കാരിൻ്റെ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താകും ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പ്. UDF 100-ലധികം സീറ്റുമായി ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരികയും അതിൽ നിന്നും കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി യോഗം തിരഞ്ഞെടുത്ത ആളായിരിക്കും മുഖ്യമന്ത്രിയായി വരിക. നാളിതുവരെ കോൺഗ്രസിൻ്റെ കീഴ്വഴക്കമനുസരിച്ച് മുൻകൂട്ടി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന ഇതിലല്ല തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വരികയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും ഉണ്ടാവുക. സംസ്ഥാനത്ത് ആര് മുഖ്യമന്ത്രിയാവണം എന്നതിനെ സംബന്ധിച്ച് UDFനേക്കാൾ വലിയ ആശങ്കയാണ് LDFനുള്ളത്. കൃത്യമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ LDFന് ഇനിയൊരു തുടർഭരണത്തിനുള്ള സാധ്യതയില്ല. സ്വാഭാവികമായും UDFന് തന്നെയാണ്, കോൺഗ്രസിന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാവുക. അത് ആരാവണം എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് AICC നേതൃത്വമാണ്. കാലങ്ങളായി അതുതന്നെയാണ് തുടർന്നു പോകുന്ന രീതിയും. അപ്പോൾ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടുന്നത് LDF ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് LDFനുള്ളത് എന്ന് മാത്രമേ മനസ്സിലാക്കേണ്ടതുള്ളൂ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എസ് അജയ്കുമാറിനെതിരെ CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പരസ്യമായി മുന്നണി മര്യാദ ലംഘിച്ചു. കമ്മ്യൂണിസം എന്നാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മാത്രമല്ലെന്നും അജയ്കുമാർ ചരിത്രം പഠിക്കണമെന്നും സുമലത മോഹൻദാസ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനിടെ CPM നേതാവിന്റെ പരിഹാസം മുന്നണി ഗൗരവത്തോടെ കാണണമെന്നും സുമലത മോഹൻദാസ്. അവശ്യ സമൂഹത്തെ അടിച്ചമർത്തുക എന്ന രാക്ഷസ പരിഷ്കാരത്തിന്റെ ഭാഗമായാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും കേന്ദ്ര സർക്കാർ മാറ്റിയതെന്ന് KSKTU സംസ്ഥാന ട്രഷറർ CB ദേവദർശനൻ. പദ്ധതി ഇല്ലാതാക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ ആത്യന്തിക ലക്ഷ്യമെന്നും ദേവദർശനൻ. തൊഴിലുറപ്പ് പദ്ധതിയിലെ ജനവിരുദ്ധ പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് KSKTU BKMU സംയുക്ത മാർച്ച്. തൃശൂരിലെ കേരള പോലീസ് അക്കാദമി വളപ്പിൽ കടന്നുകയറി വൻ മോഷണം. അക്കാദമി ക്യാമ്പസിലെ ലക്ഷങ്ങൾ വില വരുന്ന 2 ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തി. കനത്ത കാവലുള്ള അക്കാദമിയിൽ മോഷണം നടന്നത് ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിൽ. കർശന ജാഗ്രത വേണമെന്ന് സർക്കുലർ. കൊടുങ്ങല്ലൂർ VP തുരുത്തിൽ വൻ കുടിവെള്ള മോഷണം. ഭൂഗർഭ ടാങ്കിൽ 1 ലക്ഷം ലിറ്ററോളം കുടിവെള്ളം ഊറ്റി സംഭരിച്ചിരുന്നത് കണ്ടെത്തിയത് വാട്ടർ അതോറിറ്റി നടത്തിയ പരിശോധനയിൽ. തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥിരം സമിതി രൂപീകരണം പുരോഗമിക്കുന്നു. പറളിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ പിടിച്ചെടുത്ത NDA. സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ കോട്ടായിൽ UDFന് മേൽക്കൈ. മങ്കര പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായ ഡ്രൈവറെ നോട്ടീസ് നൽകാതെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസ്. തീരുമാനം ഭരണസമിതി പുനഃപരിശോധിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ. ഗുരുവായൂർ മമ്മിയൂരിൽ മിനി ബസും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച 15ഓളം അയ്യപ്പ ഭക്തർക്ക് പരിക്ക്. അപകടത്തിൽപ്പെട്ടത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന മിനി ബസും ടോറസ് ലോറിയും. തൃശൂർ കല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിൽ ഇടിച്ചു തകർത്തു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിരപ്പിള്ളിയിൽ അമ്പലത്തിനും തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾക്കും നേരെ കാട്ടാന ആക്രമണം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.